ആരാ അത്? ഇഷാൻ, ആരാ അവിടെ? ആരാത്? ആരാത്? എന്തു പറ്റി കായനാഥ്? നീ എന്തിനാ ഇത്ര ഉച്ചത്തിൽ ബഹളം വെച്ചത്? സംഗി, അവിടെ ആരോ ഉണ്ടായിരുന്നു. പേടിക്കണ്ട കായനാഥ്, പേടിക്കണ്ട. ഉറപ്പായും നീ ഇരുട്ട് കണ്ടു പേടിച്ചതായിരിക്കും. അല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. അവിടുന്ന് ആരോ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അവിടുന്ന് ആരോ വരുന്നത് പോലെ എനിക്ക് തോന്നി. നോക്ക്, ഇവിടെ ആരും തന്നെ ഇല്ല. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആരോ ഉണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്ക് സംഗി, ഇവിടെ ആരോ ഉണ്ട്. കായനാഥ്, ഈശാൻ പോലും ഇവിടെ ഇല്ലാത്തതാണ്. അതുകൊണ്ടാ നീ ഇത്ര പേടിക്കുന്നേ. ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ ജീവിച്ചത്. നിനക്ക് തോന്നുന്ന ഒന്നും തന്നെ ഇവിടെ ഒന്നുമില്ല. ചെല്ല്, പോയി കിടന്ന് ഉറങ്ങ്. ഗുഡ് മോർണിംഗ്. ഇഷാൻ, നീ എപ്പോഴാ വന്നേ? കായനാഥ്, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇഷാൻ, എനിക്ക് എന്തോ ഇവിടെ ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്. എന്താ നീ പറയുന്നത്? ഐ മീൻ, എനിക്കെപ്പോഴും തോന്നുന്നത് ആരോ എന്നെ എപ്പോഴും നോക്കുന്നുണ്ടെന്നാണ്. ആരോ ഇവിടെ എന്റെ പുറകെ തന്നെ ഉണ്ട് ഇഷാൻ. ഒന്ന് വിടണ്ട കായനാഥ്, എന്തൊക്കെയാ നീ പറയുന്ന? ഞാൻ തമാശയൊന്നുമല്ല പറയുന്ന ഇഷാൻ. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നീ പേടിക്കണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? കായനാഥ്, ഞാനില്ലാതെ നിനക്ക് ഒരു ദിവസം പോലും പറ്റില്ല. അതിന്റെ അർത്ഥം നിനക്ക് എന്താണെന്ന് അറിയാവോ? നിനക്ക് ബാധ പിടിച്ചിരിക്കുക. നിനക്ക് എന്റെ ബാധ പിടിച്ചിരിക്കുക. അങ്ങനെയാണോ? മോനെ, എനിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാനുണ്ടായിരുന്നു. അതുപോലെ ചില കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചത്. ഹേയ് കരൺ, എന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ആരാണിവൻ? ഹലോ, ഞാൻ ഇന്ന് നിന്റെ കൊട്ടാരം കാണാമെന്ന് കരുതിയാ വന്നത്. ഹായ് കൈനാഥ്, സുഖം തന്നെയല്ലേ? ഹായ്, എനിക്ക് സുഖം തന്നെയാ. നിനക്ക് സുഖം തന്നെയാ? താങ്ക് യു. അതുപോലെ സുന്ദരമായ പൂവ്, സുന്ദരിയായി വളരെ വളരെ നന്ദിയുണ്ട്. അങ്കിൾ, ഇതാണ് കരൺ. ഹലോ യങ് മാൻ. ഹായ്. സുഖമല്ലേ? ആ, സുഖമാണ്. നീ എന്താ ചെയ്യുന്നേ? തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് അവളെ കിട്ടിയേക്കുമെന്നാണ്. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. ഇവനായിരുന്നു അന്ന് രാത്രി ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത്. ഇവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അന്ന് രാത്രി എന്താ സംഭവിക്കാന്നറിയില്ല. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ നിന്നോട് നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ കുട്ടികളെ രക്ഷിച്ചില്ലേ? പ്ലഷർ. ബൈ ദ വേ, ഞാൻ നിനക്ക് എന്റെ മക്കളെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ശ്വേത, സംവി, ഇനി വന്നേ. ശ്വേത, ഇത് കരൺ. കരൺ, ഇതെന്റെ മൂത്ത മകൾ ശ്വേത. ഹായ്. പിന്നെ ഇത് സാങ്വി, എന്റെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയാം. മുതലാളി ആകാരം എടുത്തു വെച്ചു. എങ്കിൽ ശരി, നമുക്ക് ആഹാരം കഴിച്ചാൽ ശരി. അതെ ചേട്ടാ, ഈ ഫ്ലവർ ഒന്ന് അങ്ങോട്ട് വെച്ചേക്ക്. കൈനാഥ്, എനിക്കിതൊരു മനസ്സവിഭ്രാന്തിയായിട്ടാണ് തോന്നുന്നത്. കൈനാഥ്, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനുള്ള ശരിயான ഉത്തരം വേണം തരാൻ, സത്യസന്ധമായിട്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ലോകത്തേക്ക് പോകുന്നുണ്ടാണല്ലോ അല്ലേ? മോശമായ ചിന്തകളും വരാറുണ്ട് അല്ലേ? നിങ്ങൾ പെട്ടെന്ന് പേടിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞത് വളരെ ശരിയാണ് ഡോക്ടർ. ഈയിടെയായിട്ട് ഞാൻ കൈനാത്തിൽ ഒരുപാട് വ്യത്യാസം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രശ്നം ഇഷാൻ. മാനസിക രോഗികളിൽ ഇത് സാധാരണമായി കാണുന്നതാണ്. അവർ തങ്ങളുടെ സാങ്കല്പിക ലോകത്ത് പോയി സോരകളിൽ മുകളിൽ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഓഹോ, അങ്ങനെ പലപ്പോഴും ഇവർ ആ മുഖങ്ങളിൽ ദുരാത്മാക്കളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യാറുണ്ട്. അതിലും വിചിത്രമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ വല്ലാത്ത ഭയവും ഉണ്ടാകുന്ന. ഡോക്ടർ, ഇത് വെറും ഒരു ഹാലുസിനേഷൻ മാത്രമല്ല. എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. ഇതെന്റെ യാഥാർത്ഥ്യമാണ്. ആരോ എന്റെ ചെവിയിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. ആരോ വന്ന് എന്നെ തൊട്ടിട്ട് പോകുന്നു. എനിക്ക് ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഡോക്ടർ. ഞാൻ കാണുന്നുണ്ട്. എനിക്ക് മാനസിക അസുഖമൊന്നുമില്ല. മിസ്റ്റർ ഇഷാന്ത്, ഖായന തന്റെ സാങ്കല്പിക ലോകം യാഥാർത്ഥ്യമായി കാണാൻ തുടങ്ങിയിരിക്കുന്നത് അവരുടെ കണ്ണിന്റെ താഴെ കാണുന്ന ആ കറുത്ത പാടുകളില്ലേ, ആ പാടുകൾ പറയുന്നത് ഇവർ ദിവസങ്ങളായി ഉറങ്ങിട്ട് എന്നുള്ളതാണ്. ഇവർ ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്കിൾ രാജ്വീർ, നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇതൊക്കെ എന്റെ യാഥാർത്ഥ്യമാണ്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സാൻവി, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എനിക്കറിയാത്. കായനത്തിനെ കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കറിയാം ഇഷാൻ, നീ കായനത്തിനെ കുറിച്ചാണ് ചിന്തിക്കായിരുന്നത്.
മനസ്സിലാക്കാത്തത് എന്താണ് ഇഷാൻ? ഞാൻ എത്ര നേരം ഇത് പറയുന്നു. ഈ കൊട്ടാരത്തിൽ ആരോ ഒരാള് ഒരു നിഴല് പോലെ എന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ആരോ എന്റെ ചെവിയിൽ വന്നിട്ട് എന്റെ പേര് വിളിച്ചിട്ട് പോകുന്നുണ്ട് ഇഷാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇഷാൻ, അവർക്ക് എന്റെ കയ്യിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന്. കായനാഥ്, ഇത് മറ്റൊന്നുമല്ല, ഇത് വെറും നിന്റെ തോന്നലുകൾ മാത്രം. എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എന്തൊക്കെയാണോ കാണുന്നത് അത് മാത്രമേ ഞാൻ വിശ്വസിക്കാറുള്ളൂ. ഇഷാൻ, ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. കായനാഥ്, കായനാഥ്. मैडम मैडम मैडम